ഇന്നെന്തോ സ്പെഷ്യൽ ലഞ്ചാണല്ലോ അമ്മ ഉണ്ടാക്കുന്നത്. പോയി നോക്കാം. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഹായ്, നല്ല മണമുണ്ടല്ലോ അമ്മേ. ഇതെന്താ? ഇതാണ് മോൾക്ക് വേണ്ടി അന്ന് മുത്തശ്ശി ഉണ്ടാക്കി തരാൻ പറഞ്ഞു തന്ന സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഹായ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ളതാണോ അമ്മേ? അല്ലല്ല, ഇത് മോൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനുള്ളതാ. ഹായ്, താങ്ക് യു മമ്മി. ലഞ്ചിന് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കിയത്. എന്താണെന്ന് പറയാമോ? ബിരിയാണി അല്ല, എന്നാൽ മസാല ദോശ. അതുമല്ല. ഞാൻ തോറ്റു. ഇനി നീ തന്നെ പറ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുത്തശ്ശി അമ്മയോട് എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് ആണത്. വൗ, അടിപൊളി. എവിടെ കാണട്ടെ? അയ്യോ, എന്റെ ബ്രെഡ് സാൻഡ്വിച്ച് കാണുന്നില്ലല്ലോ. ഇതാരോ മനഃപൂർവ്വം എടുത്ത് കഴിച്ചതാണല്ലോ. ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് എന്റെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാം. എന്താ? ശരി. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നാളെ നീ വരുമ്പോൾ അമ്മയോട് പറഞ്ഞ് എനിക്ക് കൂടി ഒരു സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് വേറെ ഒരു ടിഫിൻ കൂടി ബാഗിലാക്കി കൊണ്ടുവരണം. അതെന്തിനാ? എന്നിട്ട് വേണം ആ 2 ടിഫിനും കള്ളം കൊണ്ടുപോകാൻ. അതൊന്നുമില്ല, നീ കണ്ടോ, ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അമ്മേ, നാളെ അലക്സിനും അമ്മയുടെ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, അമ്മ നാളെ ഉണ്ടാക്കി തരാലോ. ഇപ്പൊ മോൾ കിടന്നോ. ഗുഡ് നൈറ്റ്. ഇതാ നീ പറഞ്ഞ സ്പെഷ്യൽ ബ്രെഡ് സാൻഡ്വിച്ച്. ഇനി നീ ഇത് നിന്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്ക്. നമുക്ക് കള്ളനെ പിടിക്കാം. സൂപ്പർ ഐഡിയ. ടിഫിൻ മോഷ്ടിച്ചത്. അത് പിന്നെ നല്ല ഫുഡിന്റെ മണമടിച്ചാൽ എന്റെ കൺട്രോൾ പോകും. മോഷണം നല്ലതല്ല ടോമി. നമ്മുടെ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മുതിർന്ന പ്രായത്തിൽ വലിയ കള്ളത്തരങ്ങൾ ചെയ്യാൻ തോന്നും. അത് വളരെ ശിക്ഷാർഹമായിരിക്കും. സോറി കൂട്ടുകാരെ, ഞാനിനി മോഷ്ടിക്കില്ല. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ടോമിയുടെ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. നോ, എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ. ഇപ്പോ അങ്ങനെയല്ല.
എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചു കുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ. എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല, എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? ആ, വേണം വേണം. ടോമി, വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം, വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. Wow, this is very big tree. I can't പറിക്കലോ. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമുക്ക് JCB വിളിക്കാം. ആഹാ, കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്കവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്.